ഒത്തിരി നാളുകൾക്ക് ശേഷം ഏട്ടൻ്റെ കൂടെ പുറത്ത് പോയതാണ് ട്ടോ. പയ്യാമ്പലം ബീച്ച് ഞങ്ങളുടെ അടുത്തുള്ള ബീച്ചാണ്. അപ്പൊ അവിടെ പോയതാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകണ്ടേ ദേ ഒട്ടകം പോന്നു. അപ്പൊ ഈ ഒരു കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടമായി ട്ടോ. നല്ല ഭംഗിയുണ്ട് ട്ടോ ആ സ്ഥലം കാണാൻ. ഇത് നമ്മൾ പയ്യാമ്പലം പാർക്കിലേക്ക് പോകുന്ന ആ ഒരു വഴിയാണ് ട്ടോ. അപ്പം ഞങ്ങള് പയ്യാമ്പലം ബീച്ചിൽ കുറച്ച് സമയം കറങ്ങി പിന്നെ നേരെ അവിടുന്ന് അവിടെയുള്ളൊരു അടുത്തുള്ള ഒരു പാർക്കിലേക്ക് കൂടി പോയി. ദാ ഉരുണ്ട വലിയ സൈസുള്ള കല്ലുണ്ട് ട്ടോ. അവര് ഒത്തിരി നേരം അത് പൊന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നടക്കുന്നില്ല. അടുത്ത ആളും കൂടി വന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ടൊന്നും പറ്റുന്നില്ല. എന്നിട്ട് അവരെന്നോട് പറയാണ്, അമ്മയും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് 3 പേരും കൂടിയിട്ട് അത് പൊക്കാനുള്ള ശ്രമത്തിലാണ് ട്ടോ. പക്ഷേങ്കില് അവർക്കറിയത്തില്ലല്ലോ അത് നമുക്കത് ഉയർത്താൻ പറ്റത്തില്ലാന്നുള്ളത്. അവരുടെ ഒരു സന്തോഷത്തിന് ഞാനും കൂടെ കൂടി ട്ടോ. അവര് പിന്നെയും പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടില്ലേ ചെറുത് പിന്നെയും അത് പൊന്തിക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഒരാൾ അങ്ങോട്ട് ഓടുമ്പത്തേക്കും ഒരാൾ ഇങ്ങോട്ടേക്കാണ് ട്ടോ ഓടുന്നത്. നല്ല രസമായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങള് ഭക്ഷണൊക്കെ കഴിച്ച് വീട്ടിലേക്ക് മടങ്ങി ട്ടോ. രാത്രിയായിന് മടങ്ങുമ്പം തന്നെ. പിന്നെ ഒരു കാഴ്ച കാണുന്നുണ്ടോ നിങ്ങള്? ഇവിടെ കണ്ടോ? ഒരുക്കി വിടുകയാണ് അമ്മമ്മ. ഈ പ്രായത്തിലുള്ള അമ്മമ്മമാരും കുഞ്ഞുമക്കളും ഒരേ മനസ്സായിരിക്കുമല്ലോ ല്ലേ? അവരും കുഞ്ഞുമക്കളുടെ ആ ഒരു ഇതിലേക്കാണല്ലോ പ്രായമാകുമ്പോ പോവാ. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ല്ലേ? അപ്പൊ ഇതാ രാത്രിയാണ് ട്ടോ ഒരുക്കുന്നത്. ഒരുങ്ങുന്ന കണ്ടാ തോന്നും പകല് ഒരുങ്ങിയിട്ട് എവിടേക്കോ പോവാണെന്ന്. പാർക്കിലൊക്കെ പോയി വന്നിട്ട് രാത്രി ഏകദേശം ഒരു 9:30, 10 മണിയൊക്കെ ആയി. ആ സമയത്താണ് ഈ ഒരു കലാപരിപാടി നടക്കുന്നത് ട്ടോ. അമ്മമ്മയുടെ മുഖത്തൊക്കെ നല്ലോണം പൗഡറൊക്കെ തേച്ച് ഇച്ചിരി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അവള്. പിന്നെ സ്വന്തമായിട്ടൊന്ന് മുടി കെട്ടിയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ചീർപ്പൊക്കെ എടുത്ത് നന്നായിട്ട് വാരുന്നുണ്ട് ട്ടോ. ദേ അടുത്ത ആളും കൂടെ നോക്കുന്നുണ്ട്. പൗഡർ ഇട്ടിട്ടും മതിയായിട്ടില്ല അമ്മമ്മയ്ക്ക്. അമ്മമ്മ നന്നായിട്ട് ഒരുക്കി വിടുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ട്ടോ വിശേഷങ്ങൾ.